ലൈംഗിക വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കാൻ ഷാഫി പറമ്പിൽ വിഭാഗം പാലക്കാട് ഷാഫിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഗ്രൂപ്പ് യോഗത്തിൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്താൻ തീരുമാനമെടുത്തു. എന്നാൽ ഗ്രൂപ്പ് യോഗം ചേർന്ന കാര്യം ഷാഫി പറമ്പിൽ നിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് ഒത്തുകളിയെന്ന് തെളിഞ്ഞതായി എം.വി. ഗോവിന്ദൻ. ചന്ദ്രേട്ടൻ KPC ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ലാഞ്ഞു ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്നുള്ളത് ടിക്കറ്റും ഫോട്ടോയും സഹിതം ഒരു മനുഷ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അടുത്ത വരി കൊടുക്കുന്നത് നിഷേധിച്ച് ഷാഫി എന്നുള്ളത്, അപ്പോഴും അവിടെ യോഗം ചേർന്നു എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ടേ ഇല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല എന്ന് ഞാൻ തന്നെ നേരിട്ടത് സാക്ഷ്യപ്പെടുത്തുന്നു. സെലക്റ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ, സെലക്റ്റീവായിട്ടുള്ള ചില ധാർമ്മിക ബോധ്യങ്ങൾ, അത് പക്ഷേ എല്ലാത്തിനും അപ്ലിക്കബിൾ അല്ല. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, തുടക്കം മുതലേ രാഹുലിനെ സംരക്ഷിച്ചു പോകുന്നതാണ് ഷാഫി പറമ്പിലിന്റെ രീതികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതിൽ പ്രതിപക്ഷവും പ്രതിഷേധവുമായി എത്തുന്ന ഒത്തുകളി എന്ന് തെളിഞ്ഞതായാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും, അതായത് രാഹുലിനെ പൂർണ്ണമായും കൈയ്യഴിയണ്ട എന്നൊരു സമീപനം തന്നെയാണ് ഗ്രൂപ്പ് യോഗത്തിൽ ഉയർന്നു വന്നത്. പ്രധാനമായും രാഹുലിന് ഇത്രയധികം ശത്രുക്കൾ ഉണ്ടായത് CPM-നും BJP-ക്കുമെതിരെ നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല, പൂർണ്ണമായും കൈയ്യഴിയുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ഉയർന്നു വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നില്ല പറയേണ്ടതെന്നും ഗ്രൂപ്പ് യോഗത്തിൽ അഭിപ്രായമായി ഉയർന്നു വന്നു. രാഹുലിനെ പൂർണ്ണമായും കൈയ്യൊഴിയുകയല്ല വേണ്ടത്. നേരത്തെ കേരളത്തിൽ ഒരു MLA സ്ഥാനം രാജിവെക്കുന്ന സമീപനമില്ല. ആരോപണം ഉണ്ടായിട്ടുണ്ട്, പാർട്ടി അതിൽ നടപടിയും എടുത്തിട്ടുണ്ട്. ആ നടപടി തൃപ്തികരമാണ്. അതിനപ്പുറത്തേക്ക് കോടതി കുറ്റക്കാരനാണെന്ന് പോലും കണ്ടെത്താതെ രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമടക്കം ഈ ഗ്രൂപ്പ് യോഗത്തിൽ ഉയർന്നു വന്നു. ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ വിമർശനങ്ങൾ നേതൃത്വത്തിനടക്കം എതിരെ അടക്കം ഉയർന്നു വന്നു. പ്രത്യേകിച്ച് രാഹുലിനെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ അതിന് കാരണമാകുന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. ചിലർ താല്പര്യത്തോടെ പുറത്തു നിന്ന് ആക്രമിക്കുമ്പോൾ അതിന് വെള്ളവും വളവുമാകുന്ന സമീപനം ഉണ്ടാവരുതെന്ന് അടക്കമുള്ള വിമർശനങ്ങളും ഈ യോഗത്തിൽ ഉയർന്നു വന്നു. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ രാഹുലിനെ പൂർണ്ണമായും തള്ളാതിരിക്കുകയാണ് ഗ്രൂപ്പ് യോഗം. ഒപ്പം രാഹുലിനെ MLA എന്ന നിലയ്ക്ക് മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ആ കാര്യത്തിലുള്ള ഇടപെടൽ വേണം. ഇപ്പോഴല്ലെങ്കിലും വൈകാതെ തന്നെ മണ്ഡലത്തിലെത്തി പരിപാടികളിലൊക്കെ സജീവമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന അടക്കമുള്ള അഭിപ്രായങ്ങളും യോഗത്തിൽ ഉയർന്നു വന്നു. എന്നാൽ ഈ ഗ്രൂപ്പ് യോഗം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഷാഫി പറമ്പിൽ. അത്തരത്തിലൊരു യോഗം നടന്നിട്ടില്ല. താൻ പാലക്കാട് എത്തിയതൊരു വിവാഹത്തിൽ പങ്കെടുക്കാനാണ്, അതിനപ്പുറത്തേക്ക് യാതൊരു കാര്യവുമില്ല, പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ്. ചിലർ പ്രത്യേക താല്പര്യത്തോടെ വിഷയത്തിൽ വാർത്തകൾ നൽകുന്നു എന്ന അടക്കമുള്ള ആരോപണങ്ങൾ. ഈ വാർത്തയ്ക്ക് പിന്നാലെ ഷാഫി പറമ്പിൽ കോഴിക്കോട് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണെങ്കിലും രാഹുലിനെ പൂർണ്ണമായും തള്ളാതിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ദിവസം പുറത്തു വന്നത്.